ഇന്നത്തെ ഒരു വേല വ്ളോഗാണ് കേട്ടോ. ഞങ്ങൾ രാമശ്ശേരി വേല കാണാൻ വേണ്ടി പോകുന്നുണ്ട്. അവിടെ കുമ്മാട്ടിയാണ് കേട്ടോ, അനിയത്തിയുടെ വീടാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓട്ടോയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നു, സ്റ്റോപ്പ് വരെ. സ്റ്റോപ്പിൽ നിന്ന് അങ്ങോട്ട് പിന്നെ ബസ്സിനായിരുന്നു കേട്ടോ. ഒരു 1.5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ അങ്ങനെ വീടെത്തിയിട്ട് കേട്ടോ. ഇവിടെ ഫസ്റ്റ് ഭക്ഷണം കഴിക്കാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു, കാരണം അത്ര വിശന്നിരിക്കുകയായിരുന്നു. പിന്നെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിത് അടുത്ത കോറി കാണാൻ വേണ്ടി പോകുന്നുണ്ട്. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. നല്ല രസമായിരുന്നു. എല്ലാവരും കൂടി അപ്പോൾ ഒരു പ്രത്യേക വൈബല്ലേ അല്ലേ. ഞാൻ ഇവിടെ നിന്നുണ്ടായിരുന്നു, പിന്നെ ചേച്ചി അമ്മ അച്ഛൻ അനിയൻ അങ്ങനെ കുട്ടികൾ എല്ലാവരും കൂടി നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. പിന്നെ ആ കോറിൻ്റെ സൈഡിൽ കൂടെയൊക്കെ പോയിട്ട് പിള്ളേർ ഒതുങ്ങിയിരിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അത്തി ഓട്ടോ ഒക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അതേ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇറങ്ങാവുന്ന വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേനൽ സമയത്തുകൊണ്ട് വറ്റിയിരിക്കുന്നത്. മഴ ടൈമാണെങ്കിൽ നല്ല വെള്ളം ഉണ്ടാവും അത്ര കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ വെള്ളത്തോടെയൊക്കെ ഇറങ്ങി അത്യാവശ്യം വെള്ളത്തിൽ കൂടെയൊക്കെ കളിച്ച് അങ്ങനെ വീട്ടോ. ഇപ്പോൾ തന്നെ നല്ല വെയിലായിരുന്നു കേട്ടോ. പിന്നെ അച്ഛനമ്മയൊക്കെ മേലെ തന്നെ ഇരിക്കണം കേട്ടോ. അവർ വെള്ളത്തേക്ക് ഇറങ്ങണില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ അതെ വെള്ളത്തിൽ കൂടെയൊക്കെ അടിപൊളി കളിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് പാറകയറ്റം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മക്കളെല്ലാം കൂടി ഇതേ കയറി പോകണു പാറയ്ക്ക്. അപ്പോൾ വീഴും പറഞ്ഞിട്ടിരിക്കുന്നുണ്ട്. അവർ കേൾക്കാണ്ട് പിന്നെയും കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവരെല്ലാവരും കൂടിയതിൻ്റെ ഒരു വൈബായിരുന്നു കേട്ടോ. പിന്നെ അതിലേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് വെള്ളമൊക്കെ പമ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന്. പിന്നെ ഞങ്ങൾ കുറച്ചും കൂടി നടന്നിട്ടുണ്ടായിരുന്നു. അപ്പുറത്ത് ആമ്പൽക്കുളം ഉണ്ട് കേട്ടോ. പക്ഷേ കഷ്ടകാലത്തിനൊന്നും ഒരൊറ്റ ആമ്പൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഫുള്ള് ഇലകളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഒരു ടൈം ആമ്പലിൻ്റെ സമയമാണ് അത്ര കേട്ടോ. പക്ഷെ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു ഇടയിൽ കൂടെ അതെ കൊറ്റി തീറ്റ കഴിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഗാന്ധി ആശ്രമത്തിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഗാന്ധി ആശ്രമം. ഒരു ചാരിറ്റി ട്രസ്റ്റ് പോലെയാണ് കേട്ടോ ഈ ഒരു ഗാന്ധി ആശ്രമം വരുന്നത്. പിന്നെ അവിടെ ഒന്ന് കയറി അങ്ങനെ ചുറ്റുള്ള ഒരു വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ചെരുപ്പ് കണ്ടോ, പണ്ടത്തെ ആൾക്കാരുടെ ചെരുപ്പാണല്ലേ. കാണുമ്പോൾ തന്നെ നല്ല അടിപൊളി ക്യൂട്ടായിരിക്കില്ലേ. ഞാൻ ഇങ്ങനെ നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. വീഡിയോസ് കൂടെ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ കാണുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. പണ്ടത്തെ ആൾക്കാരുടെ ആ ഒരു പലകയും ചെരുപ്പും ഒക്കെ ഒരു വെറൈറ്റി തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സ്റ്റൂളായിരുന്നു ഉണ്ടായിരുന്നത്, ഒരു കസേര അല്ലേ, അതല്ലേ പറയുന്നതിനെ, മരം കൊണ്ടുണ്ടാക്കി. ഇപ്പം ഇങ്ങനത്തെ ഒരു കസേര ഒന്നും കാണാനേ കിട്ടില്ല കേട്ടോ. പിന്നെ അതൊക്കെ കണ്ട് അങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇതേ നിൽക്കുന്ന ഒരു കിളിക്കൂട് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ മുട്ടയൊക്കെ ഇട്ട് കിളിക്കൂടൊക്കെ കിളിയൊക്കെ പറന്നു പോയിരിക്കണം കേട്ടോ. പിന്നെ അതിൻ്റെ കുറച്ച് വീഡിയോസ് എടുത്തിട്ട് നേരെ അമ്പലത്തിൻ്റെ ഫ്രണ്ട് കൂടെ ഇട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു. നട്ടുച്ച ചെയ്തുകൊണ്ട് അമ്പലത്തിൽ കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇത് രാമശ്ശേരിയത്ത് തന്നെ അയ്യപ്പ ശിവക്ഷേത്രമാണ് കേട്ടോ വരുന്നത്, അയ്യപ്പൻകാവ്. അപ്പോൾ അതിൻ്റെ ചുറ്റും നടത്തുന്ന അങ്ങനെ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടുത്തെ പൂക്കളുടെ നല്ല ഭംഗിയാണ് കേട്ടോ. അരളിപ്പൂക്കൾ പിങ്ക് കളറുള്ള, കുറച്ച് ഡാർക്ക് പിങ്ക് കളറുള്ള നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി വേല കാണാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് അടുത്തത്. അപ്പോൾ അതും കൂടെ ഒന്ന് കാണണേ.